നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് പവർ ബാങ്ക് പരിചയപ്പെടാം. വളരെ യൂണീക്ക് ആയിട്ടുള്ള ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള പവർഫുൾ ആയിട്ടുള്ള പവർ ബാങ്ക്സ് ആണിത്. നിങ്ങൾ ഏത് ടൈപ്പ് ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള പവർ ബാങ്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ മൊത്തം 5 പവർ ബാങ്ക്സ് ഉണ്ട്. 10,000 mAh തൊട്ട് 50,000 mAh വരെ കപ്പാസിറ്റി ഉള്ള പവർ ബാങ്ക്സ് ആണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പവർ ബാങ്കും ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ഐറ്റം ആണ്. ഒരു പവർഫുൾ ആയിട്ടുള്ള അധികം കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു സാധനമാണിത്. സാധാരണ 10,000 mAh 20,000 mAh ഒക്കെ പവർ ബാങ്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് 50,000 mAh പവർ ബാങ്ക് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എല്ലാത്തരം ഡിവൈസും ചാർജ് ചെയ്യാൻ പറ്റും. ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, അങ്ങനെ എല്ലാ ഡിവൈസുകളും ഈ ഒരു ഒറ്റ പവർ ബാങ്കിൽ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് സെബ്രോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ എനർജി പോഡ് 50R1 എന്ന് പറയുന്ന മോഡലാണ്. ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു ഡിവൈസ് വന്നിട്ടുള്ളത്. ഈ ഒരു പവർ ബാങ്ക് ഞാൻ കുറെ അധികം ദിവസം ഉപയോഗിച്ചതാണ്. ഇത് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ പവർ ബാങ്കുകളും ഞാൻ ഉപയോഗിച്ചതിന് ശേഷമാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു നല്ല പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ഈ ബോക്സ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലൊരു USB A to C ഒരു കേബിൾ ലഭിക്കുന്നുണ്ട്. നല്ല ലെങ്ത് ഉള്ള ഒരു കേബിൾ ആണ്. അതിനോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ മെയിൻ യൂണിറ്റ് ആയിട്ടുള്ള പവർ ബാങ്കും ഒരു യൂസർ മാനുവലും കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. 50,000 mAh ആണ് ഇതിന്റെ കപ്പാസിറ്റി. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒരു മാറ്റ് ഫിനിഷിംഗിൽ പോളികാർബണേറ്റ് ബോഡിയോടൊപ്പമാണ് ഈ ഒരു പവർ ബാങ്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു സൈഡിലായിട്ട് പവർ ബട്ടൺ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഈ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലായിട്ട് ഇതിന്റെ ഒരു ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ഈ ഡിസ്പ്ലേയിൽ ഇതിന്റെ വോൾട്ടേജും ഇൻപുട്ട് ഔട്ട്പുട്ട് വാട്സും ഒക്കെ അറിയാനായിട്ട് സാധിക്കും. ഇതിന് മുകളിലായിട്ട് ഇതേപോലൊരു സ്ട്രാപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് സെബ്രോണിക്സിന്റെ ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോയുടെ അടുത്ത് ഇതിന് വെയിറ്റ് ഉണ്ട്. 951 ഗ്രാം ആണ് ഇതിന്റെ കറക്റ്റ് വെയിറ്റ്. ഇനി ഇതിന്റെ പോർട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 USB A പോർട്ടുകളും ഒരു USB C പോർട്ടും ഒരു മൈക്രോ USB പോർട്ടുമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. 2 USB പോർട്ടും 25.5 വാട്ട്സ് സപ്പോർട്ടഡ് ആണ്. USB Cയിലും 22.5 വാട്ട്സ് സപ്പോർട്ടഡ് ആണ്. മൈക്രോ USB പോർട്ടിലേക്ക് വരുന്നുണ്ട് 18 വാട്ട്സിന്റെ ഇൻപുട്ട് ചാർജിങ്ങും ഈ മൈക്രോ USBയിൽ സാധിക്കും. ഇതിന്റെ ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത് 22.5 ആണ്. USB C റാപ്പിഡ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഇനി ഒരു പവർ ബാങ്ക് ഫുൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 15 അവേഴ്സ് എടുക്കും. 15 അവേഴ്സ് എന്ന് പറയുമ്പോൾ കണ്ണു തള്ളേണ്ട കാര്യമില്ല. 50,000 mAh പവർ ബാങ്ക് ആണ്. അത്രയും സമയം എടുക്കും എങ്ങനെയായാലും ഇത് ചാർജ് ആകാനായിട്ട്. പിന്നെ നിങ്ങൾ ലോങ് ട്രിപ്പുകളൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ക്യാരി ചെയ്യാനും വലിയ പാടില്ല. ഏകദേശം 1 കിലോയുടെ അടുത്ത് വെയിറ്റ് വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കുറെ ദിവസത്തേക്കുള്ള ബാക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു പവർ ബാങ്ക് ആണിത്. ആമസോണിൽ ഇപ്പൊ ഇതിന്റെ വില 5,999 രൂപയാണ്. ഇതിന്റെ ബൈ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത പവർ ബാങ്ക് പരിചയപ്പെടാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾ EMI-യിൽ എന്തെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണോ? അത് ഫാനോ, ഫ്രിഡ്ജോ, TVയോ, ACയോ, ഫോണോ എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ അടുത്തുള്ള ലോക്കൽ സ്റ്റോറിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിരിക്കത്തില്ലേ? അങ്ങനെ ഒരു പുതിയ ഫീച്ചർ ബജാജ് ഫിനാൻസിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ബൈ എ സ്റ്റോർ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിലൂടെ നിങ്ങളുടെ അടുത്തുള്ള ലോക്കൽ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സാധനവും EMI-യിൽ വാങ്ങാനായിട്ട് സാധിക്കും. അതിനു മുമ്പായിട്ട് ബജാജിന്റെ ബൈ എറ്റ് സ്റ്റോർ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചറിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യത്തെ പ്രയോജനം ട്രസ്റ്റഡ് ആയിട്ടുള്ള ലോക്കൽ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം ജെനുവിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഓൺലൈൻ വാങ്ങുമ്പോൾ ഇത് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷേ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. പിന്നെ 0 ഡൗൺ പേയ്മെന്റിൽ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. സെലക്ടഡ് പ്രൊഡക്റ്റിന് 1 രൂപ പോലും നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് മന്ത് തൊട്ട് EMI അടച്ചാൽ മാത്രം മതി. ഇപ്പം തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള EMI പ്ലാൻസ് ഉണ്ട്. 3 മാസം തൊട്ട് 24 മാസം വരെയുള്ള EMI പ്ലാൻസ് ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് സാധിക്കും. അടുത്തത് നിങ്ങളുടെ ചില ബേസിക് ഡേറ്റയും ഒരു OTP ഉണ്ടെങ്കിൽ ലോൺ അപ്രൂവ് ആയിട്ട് കിട്ടും. അതേപോലെ ഓഫ്ലൈൻ പർച്ചേസിന്റെ മറ്റൊരു പ്രയോജനം ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു ഓഫ്ലൈൻ പർച്ചേസ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബജാജ് ഫിനാൻസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കുറെ ഫോണുകളുടെയും ഹോം അപ്ലയൻസിന്റെ ഒക്കെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഇപ്പോൾ ഒരു ഫോൺ ഞാൻ നോക്കിയാണ് വിവോ Y300 എന്ന് പറയുന്ന ഫോൺ. ഈ ഒരു ഫോൺ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിന്റെ പ്രൈസ് 24,000 രൂപയുടെ അടുത്ത് വരും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഫോണാണ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ അത് ഓപ്പൺ ആക്കുന്നു. ഇപ്പൊ ഫോണിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് EMI പ്ലാൻ എന്താണ്, അതിന്റെ ഡൗൺ പേയ്മെന്റ് എത്രയാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കാനായിട്ട് സാധിക്കും. ലോവസ്റ്റ് EMI വരുന്നത് 7 മാസത്തേക്ക് 2,400 രൂപ പെർ മന്തിൽ നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ നിയറസ്റ്റ് സ്റ്റോർ ഏതാണെന്നുള്ളത് അത് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈൻഡ് സ്റ്റോർ നിയർ യു എന്നുള്ളത് പോസ്റ്റൽ പിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ അടുത്തുള്ള സ്റ്റോർസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഓൾ സ്റ്റോർസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 സ്റ്റോറുകൾ ഇവിടെ അവൈലബിൾ ആണ്. 7 കിലോമീറ്റർ, 10 കിലോമീറ്റർ, അങ്ങനെ ആ ഒരു ഡിസ്റ്റൻസ് 10 കിലോമീറ്ററിനുള്ളിൽ എത്ര സ്റ്റോർസ് ഉണ്ടോ അത് മൊത്തം തന്നെ ഇവിടെ ഷോ ചെയ്യും. നമുക്ക് അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഫോൺ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം ഈ പേജിൽ തന്നെ സിമിലർ പ്രോഡക്റ്റ് നമുക്ക് കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതായത് ഡിഫറെന്റ് ബ്രാൻഡിന്റെ അതേ കാറ്റഗറിയിൽ പ്രൈസ് റേഞ്ചിലുള്ള ഫോൺ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനും സാധിക്കും.
സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ മോർ EMI പ്ലാൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ EMI ഡ്യൂറേഷൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. 6 മാസമോ 7 മാസമോ ഒക്കെ ആയിട്ട് ഇത് കസ്റ്റമൈസ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ഒന്ന് നോക്കാം. ടോട്ടൽ കോസ്റ്റ് എത്രയാണ് പേ ചെയ്യേണ്ടി വരിക അതെല്ലാം നമുക്ക് ഇവിടെ ഒന്ന് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന്റെ EMI എലിജിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഇവിടെ EMIയുടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് യുവർ EMI എലിജിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാൻ ഓൾറെഡി മൊബൈൽ നമ്പർ കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇവിടെ കൺഗ്രാജുലേഷൻ, യു ആർ എലിജിബിൾ ടു പർച്ചേസ് അപ് ടു 89,000 ഈസി EMI ഇവിടെ എനിക്ക് അവൈലബിൾ ആണ്. അപ്പൊ EMIയിൽ ഒരു സാധനം വാങ്ങാനായിട്ട് ഇനി സ്റ്റോറിൽ പോയിട്ട് അവിടെ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ EMI എലിജിബിലിറ്റി ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഐഫോൺ വഴി ഒരു മാക്സേഫ് പവർ ബാങ്ക് നോക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്ലിം ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് പരിചയപ്പെടാം. ടെംപ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ജ്യൂസ് മാർക്ക് 10K എന്ന് പറയുന്ന മോഡലാണിത്. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ ഒരു പവർ ബാങ്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ മുകളിൽ തന്നെ 14.7 mm അൾട്രാ സ്ലിം എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഒരു പവർ ബാങ്ക് സാധാരണ 10,000 mAh പവർ ബാങ്ക് കിട്ടുമല്ലോ, അതിനേക്കാളൊക്കെ ഒത്തിരി സ്ലിം ആയിട്ടുള്ളൊരു പവർ ബാങ്ക് ആണ്. ബോക്സ് നമ്മൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ ബോക്സിനുള്ളിൽ ഒരു USB C-to-C കേബിൾ ഉണ്ട്. പിന്നെ നമ്മുടെ പവർ ബാങ്ക് ആണ്. ഇത് 10,000 mAh പവർ ബാങ്ക് ആണ്. ഇതിന്റെ തന്നെ 5,000 mAh പവർ ബാങ്ക് വരുന്നുണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടി സ്ലിം ആയിട്ടുള്ള പവർ ബാങ്ക് ആയിരിക്കും 5,000 വരുന്നത്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആണ് വേണ്ടത് അത് വാങ്ങാം. ഇത് ഇത്രയും സ്ലിം ആയതുകൊണ്ട് ഫോണിന്റെ ബാക്കിൽ ഒട്ടിച്ച് വേണമെങ്കിൽ പോക്കറ്റിൽ ഇടാം. അത്രയും സ്ലിം ആണിത്. ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മെറ്റൽ ഫിനിഷിംഗിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സൈഡിലായിട്ട് പവർ ബട്ടൺ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു USB-C പോർട്ടൂടെ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു LED ലൈറ്റിംഗ് സെറ്റപ്പ് സാധാരണ പവർ ബാങ്കിലുള്ളത് പോലെ ഇതിന്റെ ചാർജിങ് പെർസെന്റേജ് ഒക്കെ അറിയാനായിട്ടുള്ളത് നൽകിയിട്ടുണ്ട്. സ്ലിം ആണ്. അതിനോടൊപ്പം തന്നെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. സാധാരണ 10,000 mAh പവർ ബാങ്കിന് അത്രയൊന്നും വെയിറ്റ് ഇതിന് വരുന്നില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത ഇതിൽ കണ്ടത്, ഇത് നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ നമുക്ക് ഈ ഒരു പവർ ബാങ്കിന്റെ ബാറ്ററി പെർസെന്റേജ് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഫോണിലെ ബാറ്ററി പെർസെന്റേജ് അറിയാൻ പറ്റും. രണ്ടും നമുക്ക് ഒരേ സമയം മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. വയർലെസ് ചാർജിംഗ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 15 വാട്ട്സിന്റെ ഔട്ട്പുട്ട് കിട്ടും. ഇനിയും ടൈപ്പ് സി യൂസ് ചെയ്തുകൊണ്ടാണ് ചാർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 22.5 വാട്ട്സ് ആണ് മാക്സിമം ഔട്ട്പുട്ട് ഇതിൽ വരുന്നത്. ഓവറോൾ നോക്കുമ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള സ്ലിം ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് ആണിത്. ഇതിന്റെ ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത പവർ ബാങ്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു പവർ ബാങ്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഫ്ലൈറ്റിൽ പവർ ബാങ്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കപ്പാസിറ്റി ക്രൈറ്റീരിയ ഉണ്ട്, അത് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പവർ ബാങ്ക് നമുക്ക് ഫ്ലൈറ്റിൽ ഒന്നും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. കപ്പാസിറ്റി ഉണ്ട്, പക്ഷെങ്കിൽ ഫ്ലൈറ്റ് ഫ്രണ്ട്ലി അല്ല. എന്നാൽ നല്ല കപ്പാസിറ്റിയും വേണം, ഫ്ലൈറ്റിലും കൊണ്ടുപോകാൻ പറ്റണം. അങ്ങനെ ഒരു പവർ ബാങ്ക് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഐറ്റം കൂടെ നമ്മുടെ കയ്യിലുണ്ട്. ഇത് സെബ്രോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ എനർജി പോർട്ട് 27R3 എന്ന് പറയുന്ന മോഡലാണ്. ഇത് ഫ്ലൈറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതിൽ 27,000 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് ലഭിക്കുന്നത്. ഈ പവർ ബാങ്കിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ പവർ ബാങ്കിന്റെയും മാക്സിമം ഔട്ട്പുട്ട് 22.5 ആണ്. എന്നാൽ ഈ ഒരു പവർ ബാങ്കിന്റെ മാക്സിമം ഔട്ട്പുട്ട് വരുന്നത് 100 വാട്ട്സ് ആണ്. ഈ പവർ ബാങ്ക് ഉപയോഗിച്ച് ടാബ്ലറ്റും മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു നല്ല ബോക്സ് പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ബോക്സ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ഒരു യൂസർ മാനുവൽ, USB-C-to-C ഒരു കേബിൾ ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ യൂണിറ്റ് ആയിട്ടുള്ള പവർ ബാങ്കും ഉണ്ട്. ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു പവർ ബാങ്ക് വന്നിട്ടുള്ളത്. 27,000 mAh കപ്പാസിറ്റി ഇതിൽ ഉണ്ടെങ്കിലും ഇതിന്റെ വെയിറ്റ് അത്രയും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ മുമ്പ് പരിചയപ്പെട്ട പവർ ബാങ്ക് ഏകദേശം 1 കിലോയുടെ അടുത്തുണ്ട്. ഇതിന്റെ വെയിറ്റ് 555 gram ആണ്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാനും അതേപോലെ നല്ലൊരു ബാക്കപ്പും ഈ ഒരു പവർ ബാങ്കിൽ നിന്ന് കിട്ടുന്നതാണ്. മാത്രമല്ല ഇതിന്റെ ഫ്രണ്ടിലായിട്ടൊരു LED ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചാർജിങ് പെർസെന്റേജ് അതേപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജും വാട്ട്സും ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ടോട്ടൽ 3 പോർട്സ് ലഭിക്കുന്നുണ്ട്. ഒരു USB-A പോർട്ടും 2 ടൈപ്പ് സി പോർട്ടുമാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു USB-C പോർട്ട് 100 വാട്ട്സിന്റെ ഔട്ട്പുട്ട് തരും. അടുത്ത സി പോർട്ടിൽ 33 വാട്ട്സിന്റെ ഔട്ട്പുട്ടും ലഭിക്കും. അടുത്ത സി പോർട്ടിൽ 33 വാട്ട്സിന്റെ ഔട്ട്പുട്ടും ലഭിക്കും. അപ്പോൾ USB-A പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് 18 വാട്ട്സിന്റെ ഔട്ട്പുട്ടുമാണ്. പവർ ബാങ്കിൽ സാധാരണ കിട്ടുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇതിലും ഉണ്ട്. ഓവർ കറണ്ട്, ഓവർ ചാർജ്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിൽ കിട്ടും. ഇതിൽ 16 വാട്ട്സിന്റെ USB ഇൻപുട്ട് ചാർജിങ്ങും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്ലൈറ്റ് ഫ്രണ്ട്ലിയും പവർഫുൾ ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അടുത്തതും മാക്സേഫ് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു പവർ ബാങ്ക് ആണ്. ഫോണോകാർട്ട് എന്നാണ് ബ്രാൻഡിന്റെ പേര്. വോൾട്ട് എന്ന് പറയുന്ന മോഡലാണ്. 10,000 mAh പവർ ബാങ്ക് ആണ്. ഈ പവർ ബാങ്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രത്യേകതയുണ്ട്. ഇതിൽ ഡിസ്പ്ലേ LED ഡിസ്പ്ലേ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ഡ്യുവൽ ഇൻബിൽഡ് കേബിൾസും ഇതിൽ ലഭിക്കുന്നുണ്ട്. അതായത് ഈ പവർ ബാങ്കിനോടൊപ്പം കേബിൾസ് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. ഇതിലൊരു ലൈറ്റനിങ് കേബിളും ടൈപ്പ് സി കേബിളും അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് സെപ്പറേറ്റ് കേബിൾസ് കണക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യവും ഈ പവർ ബാങ്കിലുണ്ട്. ഈ ഒരു ബോക്സ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ
ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇതിൽ സെപ്പറേറ്റ് USB കേബിൾ ഒന്നുമില്ല, അറ്റാച്ച്ഡ് ആയിട്ടുള്ള USB കേബിൾ ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു കളർ വൈറ്റ് ആണ്, ഡിഫറെന്റ് കളർ വേരിയന്റിൽ ഇത് അവൈലബിൾ ആണ്. ഫ്രണ്ടിലായിട്ടൊരു LED ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്, സൈഡിലായിട്ട് ഒരു പവർ ബട്ടൺ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാറ്ററി പെർസെന്റേജ് ഒക്കെ ഈ ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കും. ഈ പവർ ബട്ടൺ അടുത്തായിട്ട് USB പോർട്ട് നൽകിയിട്ടുണ്ട്. USB പോർട്ടിലൂടെ നമുക്ക് ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാം. അതേപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് രണ്ടിലും ഈ ഒരു USB പോർട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിലും വയർലെസ് ചാർജിംഗ് 15 വാട്ട് സപ്പോർട്ടഡ് ആണ്. വയർഡ് ചാർജിംഗ് ആണെന്നുണ്ടെങ്കിൽ 22 വാട്ട്സ് ആണ് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക. ഈ ഒരു പവർ ബാങ്കിന്റെ ബിൽഡ് ക്വാളിറ്റി അത്ര മോശമല്ല, കാണാനും നല്ല ഭംഗിയുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും നൽകിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത പവർ ബാങ്കും മാക്സേഫ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു വയർലെസ് പവർ ബാങ്ക് ആണ്. ഇതും 10,000 mAh പവർ ബാങ്ക് ആണ്. സെബ്രോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ് ഈ ഒരു പവർ ബാങ്കും. എനർജി സേഫ് 10R2 എന്ന് പറയുന്ന മോഡലാണിത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. സെബ്രോണിക്സിന്റെ പവർ ബാങ്കുകളുടെ എല്ലാം ബോക്സിന്റെ ഡിസൈൻ ഏകദേശം ഒരുപോലെയാണ് വരുന്നത്. നല്ല അടിപൊളി പാക്കിങ്ങിലാണ് ഇവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും വരുന്നത്. അപ്പം ഇതും അങ്ങനെ ഒരു നല്ല പാക്കിങ്ങിലാണ് ഈ ഒരു പവർ ബാങ്കും വന്നിട്ടുള്ളത്. ഞാൻ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കിയാണ്. ബോക്സിനുള്ളിൽ ഒരു USB C2C കേബിൾ ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ യൂണിറ്റ് പവർ ബാങ്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു യൂസർ മാനുവലും ഇതിനുള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. ഈ പവർ ബാങ്കിന്റെ ഒരു പ്രത്യേകതയാണ്, ഇതിലും നമുക്ക് കേബിൾ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. പക്ഷെങ്കിൽ ഈ കേബിൾസ് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കേബിളിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഈ പവർ ബാങ്ക് ഇതേപോലെ എവിടെയെങ്കിലും വെക്കാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ് കൂടെ ലഭിക്കുന്നുണ്ട്. അപ്പം അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം വയർലെസ് ചാർജിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോൺ ഇതേപോലെ ചാരി വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ പവർ ബാങ്കിന്റെ സൈഡിലായിട്ട് ഒരു പവർ ബട്ടൺ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് LED ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. അതിലൂടെ ഇതിന്റെ ചാർജിംഗ് പെർസെന്റേജ് അറിയാൻ പറ്റും. ഇതിലൊരു 3 പോർട്സ് നൽകിയിട്ടുണ്ട്. ഒരു ടൈപ്പ് സി പോർട്ടും ഒരു ലൈറ്റനിങ് പോർട്ടും ഒരു USB-A പോർട്ടുമാണ് നമുക്ക് ഈ പവർ ബാങ്കിൽ കിട്ടുന്നത്. മാത്രമല്ല ഇതിലും റാപ്പിഡ് ചാർജിംഗ് സപ്പോർട്ടഡ് ആണ്. കാണാനും നല്ല ഭംഗിയുണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു പവർ ബാങ്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട പവർ ബാങ്കുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ബജാജിന്റെ ഒരു സർവീസ് നമ്മൾ പരിചയപ്പെട്ടായിരുന്നല്ലോ, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് EMI കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് ഏറ്റവും അടുത്തുള്ള സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റുകൾ അതിലൂടെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.